16ാമത്തെ വയസ്സിൽ സ്നേഹിച്ച വ്യക്തിയുമായി മുംബൈയിലേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് അയാൾ അവളെ ഒരു വേശ്യാലയത്തിൽ വിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പല രീതിയിലുള്ള ക്രൂഷ്യൽ മൊമെന്റ് ഫേസ് ചെയ്ത അവർ അവിടുത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി വർക്ക് ചെയ്യുകയും പിന്നീട് ബ്രോത്തൽ മാഡമായി മാറുകയും കൂടാതെ അവിടുത്തെ സെക്സ് വർക്കേഴ്സിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് പോരാടുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവുകയും ചെയ്യുന്നു. യെസ്, ഗംഗൂബായ് കത്യാവാടി. ഈ ഒരു മൂവി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ആലിയ ഭട്ടിന്റെ ഗംഗൂബായ് കത്യാവാടി. അതൊരു മൂവി മാത്രമല്ല, ഒരു ട്രൂ സ്റ്റോറിയും കൂടിയാണ്. ഗംഗൂബായ് ഹർജീവൻ ദാസ് എന്ന സാധാരണ പെൺകുട്ടിയിൽ നിന്നും ഗംഗൂബായ് കത്യാവാടി എന്ന സ്ട്രോങ്ങസ്റ്റ് വുമണായി മാറിയ ഒരു പെൺകുട്ടിയുടെ കഥ. യെസ്, തന്റെ 16ാമത്തെ വയസ്സിൽ സ്നേഹിച്ച പുരുഷനെ കല്യാണം കഴിച്ച് മുംബൈയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അവൻ അവളെ ഒരു വേശ്യാലയത്തിൽ വിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതെ പ്രോസ്റ്റിറ്റ്യൂട്ടായി വർക്ക് ചെയ്തു വരികയും ചെയ്തു. അവിടെ തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അവിടെയുള്ള ബ്രോത്തൽ മേഡത്തിന്റെ മരണശേഷം ബാക്കിയുള്ള സ്ത്രീകൾ ചേർന്ന് ഗംഗൂബായിയെ നെക്സ്റ്റ് ബ്രോത്തൽ മേഡമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. തന്റെ പ്രവർത്തനം അവിടെ കൊണ്ട് മാത്രം നിർത്താതെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി മാറി തന്റെ കൂടെയുള്ള സെക്സ് വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടി പോരാടുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദ ഗ്രേറ്റ് ഗംഗൂബായ് കത്യാവാടി. കമ്മിറ്റിപ്പുരയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയാലും തങ്ങളും മനുഷ്യരാണ്, നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങളുടെ കുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കണം, അവരുടെ വിദ്യാഭ്യാസം എല്ലാത്തിനും വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുത്ത ഒരു ഗ്രേറ്റസ്റ്റ് വുമൺ. സെക്സ് വർക്കേഴ്സിന്റെ മക്കൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനും ഇവിടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികളെയും എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞ് കമ്മിറ്റിപ്പുര എന്നുള്ള സ്ഥലം മുഴുവനായി ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തവരെ തന്റെ ചങ്കൂറ്റം കൊണ്ട് എതിർത്ത ഗംഗൂബായ് 1977 സെപ്റ്റംബർ 8 നമ്മളെല്ലാവരും വിട്ടു പിരിയുകയാണ് ചെയ്തത്. സെക്സ് വർക്കേഴ്സിന്റെ കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പല വിദ്യാഭ്യാസ രംഗങ്ങളും പറഞ്ഞപ്പോഴും അവരുടെ വിദ്യാഭ്യാസം എന്ന അവകാശത്തിന് വേണ്ടി പോരാടി അത് വാങ്ങിക്കൊടുത്തു. സ്വന്തം അവകാശങ്ങൾ മറ്റുള്ളവർ തരേണ്ടതില്ലെന്നും അത് നമ്മുടെ തന്നെ അവകാശമാണെന്നും അത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ പോരാടണമെന്നും പറഞ്ഞ് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ഒരു ഹിസ്റ്ററി മൊമെന്റ് തന്നെ ഉണ്ടാക്കിയ ഒരു ധീരവനിത ഗംഗൂബായ് കത്യാവാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു ഗ്രേറ്റസ്റ്റ് വുമനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.